നമസ്കാരം, എല്ലാവർക്കും ബാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് കേരള സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവാർഡുകളാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്, വയലാർ പുരസ്കാരം തുടങ്ങിയ അവാർഡുകളെ പറ്റി നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ഡോക്ടർ എം ബഷീറിനും എൻ പ്രഭാകരനുമാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ 2022 വിശിഷ്ട അംഗത്വം ലഭിച്ച വ്യക്തികളാണ് ഡോക്ടർ എം ബഷീർ, എൻ പ്രഭാകരൻ എന്നിവർ. അടുത്ത 2022 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹരായവരാണ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവൽ, KP സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ PK സുകുമാരൻ എന്നിവർ. അപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാക്കളാണ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവൽ, KP സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ PK സുകുമാരൻ എന്നിവർ. ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അടുത്തത് അക്കാദമി അവാർഡുകളാണ്. ആദ്യമായിട്ട് കവിതാ വിഭാഗത്തിൽ NG ഉണ്ണികൃഷ്ണൻ്റെ കടലാസ് വിദ്യയാണ് മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവിതയാണ് കടലാസ് വിദ്യ. കടലാസ് വിദ്യ എന്ന കവിതയുടെ രചയിതാവ് NG ഉണ്ണികൃഷ്ണനാണ്. അടുത്തത് നോവൽ, മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് സമ്പർക്ക ക്രാന്തിയാണ്. V ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തിയാണ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഓർക്കുക, മികച്ച കവിത NG ഉണ്ണികൃഷ്ണൻ്റെ കടലാസ് വിദ്യയാണ്, മികച്ച നോവൽ V ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തിയാണ്. V ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തിയാണ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത്. അടുത്തത് മികച്ച ചെറുകഥാ വിഭാഗത്തിൽ PF മാത്യൂസിൻ്റെ മുഴക്കമാണ് മികച്ച ചെറുകഥയായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ മികച്ച ചെറുകഥയാണ് PF മാത്യൂസിൻ്റെ മുഴക്കം. അടുത്തത് മികച്ച നാടകം എമിൽ മാധവിയുടെ കുമരുവാണ്. അപ്പോൾ എമിൽ മാധവിയുടെ കുമരുവാണ് മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. ഇപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവിതയാണ് കടലാസ് വിദ്യ. കടലാസ് വിദ്യ എന്ന കവിത രചിച്ചത് NG ഉണ്ണികൃഷ്ണനാണ്. അടുത്തത് നോവൽ, മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് V ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തിയാണ്. മികച്ച ചെറുകഥ PF മാത്യൂസിൻ്റെ മുഴക്കം. മികച്ച നാടകം എമിൽ മാധവിയുടെ കുമരുവാണ്. മികച്ച സാഹിത്യ വിമർശനമായിട്ട് തിരഞ്ഞെടുത്തത് S ശാരദക്കുട്ടിയുടെ എത്രയെത്ര പ്രേരണകൾ എന്നാണ്. അപ്പോൾ S ശാരദക്കുട്ടിയുടെ എത്രയെത്ര പ്രേരണകൾക്കാണ് മികച്ച സാഹിത്യ വിമർശനത്തിലുള്ള പുരസ്കാരത്തിന് അർഹമായത്. മികച്ച ഹാസ്യ സാഹിത്യ കൃതിയാണ് ജയന്ത് കാമിച്ചേരലിൻ്റെ ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്നത്. അപ്പം മികച്ച ഹാസ്യ സാഹിത്യമാണ് ജയന്ത് കാമിച്ചേരിൽ രചിച്ച ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ. അപ്പോൾ ഓർക്കുക, മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം നേടിയത് S ശാരദക്കുട്ടിയുടെ എത്രയെത്ര പ്രേരണകൾക്കാണ്. മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് ജയന്ത് കാമിച്ചേരലിൻ്റെ ഒരു കുമരകംകാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്ന കൃതിക്കാണ്. അടുത്തത് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. CM മുരളീധരൻ്റെ ഭാഷാസൂത്രണം പൊരുളും വഴികളും. ആദ്യത്തെ കൃതി CM മുരളീധരൻ്റെ ഭാഷാസൂത്രണം പൊരുളും വഴികളുമാണ്. രണ്ടാമത്തത് K സേതുരാമൻ IPSൻ്റെ മലയാളി ഒരു ജനിതക വായന എന്നതാണ്. അപ്പം മികച്ച വൈജ്ഞാനിക സാഹിത്യം നേടിയ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് CM മുരളീധരൻ്റെ ഭാഷാസൂത്രണം പൊരുളും വഴികളും. രണ്ടാമത്തത് K സേതുരാമൻ IPSൻ്റെ മലയാളി ഒരു ജനിതക വായന എന്ന കൃതിക്കാണ്. അടുത്തത് ജീവചരിത്രം ആത്മകഥ എന്ന വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് BRP ഭാസ്കരൻ്റെ ന്യൂസ് റൂമിനാണ്. അപ്പോൾ ജീവചരിത്രം ആത്മകഥ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് BRP ഭാസ്കരൻ്റെ ന്യൂസ് റൂമിനാണ്. അടുത്തത് മികച്ച യാത്രാ വിവരണമായിട്ട് തിരഞ്ഞെടുത്തത് 2 കൃതികളുണ്ട്. C അനൂപിൻ്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. C അനൂപിൻ്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. രണ്ടാമത്തത് ഹരിത സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾ എന്നിവയാണ്. അപ്പോൾ C അനൂപിൻ്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകവും ഹരിത സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾക്കുമാണ് മികച്ച യാത്രാ വിവരണ ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
മികച്ച വിവർത്തനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വി രവികുമാറിൻ്റെ ബോത്ത്ലെയർ ആണ്. മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബോത്ത്ലെയർ, വി രവികുമാറിൻ്റെ ബോത്ത്ലെയർ എന്ന കൃതിയാണ്. മികച്ച ബാലസാഹിത്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മികച്ച ബാലസാഹിത്യ കൃതിയാണ് ഡോക്ടർ കെ ശ്രീകുമാർ രചിച്ച ചക്കരമാമ്പഴം. ഓർക്കുക, ഡോക്ടർ കെ ശ്രീകുമാർ രചിച്ച ചക്കരമാമ്പഴം. ഇതിൻ്റെയൊക്കെ സമ്മാനത്തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപ്പോൾ ഓർക്കുക, ബാലസാഹിത്യ കൃതി ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ ചക്കരമാമ്പഴമാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പോൾ 2021 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വത്തിന് അർഹരായവരാണ് വൈശാഖൻ, പ്രൊഫസർ കെ പി ശങ്കരൻ എന്നിവർ. അപ്പോൾ 2021 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വത്തിന് അർഹരായവരാണ് വൈശാഖൻ, പ്രൊഫസർ കെ പി ശങ്കരൻ എന്ന് ഓർക്കുക. വൈശാഖനും പ്രൊഫസർ കെ പി ശങ്കരൻ. സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹരായവരാണ് ഡോക്ടർ കെ ജയകുമാർ, കടത്തനാട്ട് നാരായണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, കവിയൂർ രാജഗോപാൽ, ഗീതാ കൃഷ്ണൻകുട്ടി, കെ എ ജയശീലൻ എന്നിവർ. ഓർക്കുക, 2021 കാര്യമാണ് നമ്മൾ പറയുന്നത്. 2021 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹരായവരാണ് ഡോക്ടർ കെ ജയകുമാർ, കടത്തനാട്ട് നാരായണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, കവിയൂർ രാജഗോപാൽ, ഗീതാ കൃഷ്ണൻകുട്ടി, കെ എ ജയശീലൻ എന്നിവർ. അടുത്ത നമുക്ക് അക്കാദമി പുരസ്കാരങ്ങൾ നോക്കാം. മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തത് അൻവർ അലിയുടെ മെഹബൂബ് എക്സ്പ്രസ് ആണ്. അപ്പോൾ മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തത് അൻവർ അലിയുടെ മെഹബൂബ് എക്സ്പ്രസ്. മികച്ച നോവൽ 2 പേർക്ക് അർഹത കിട്ടിയിട്ടുണ്ട്. മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമത്തത് ഡോക്ടർ ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. അപ്പോൾ മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ നോവലാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ഡോക്ടർ ആർ രാജശ്രീയാണ്. രണ്ടാമത്തത് വിനോയ് തോമസിൻ്റെ പുറ്റ എന്ന കൃതിക്കാണ്. അപ്പോൾ വിനോയ് തോമസിൻ്റെ പുറ്റ എന്നത് അടുത്ത നോവലാണ്. അപ്പോൾ ആദ്യത്തെ നോവൽ ഡോക്ടർ ആർ രാജശ്രീ രചിച്ച കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥയാണ്. രണ്ടാമത്തത് വിനോയ് തോമസിൻ്റെ പുറ്റാണ്. അടുത്തത് മികച്ച ചെറുകഥ. മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വി എം ദേവദാസ് ആണ്. വി എം ദേവദാസ്. കൃതിയുടെ പേര് വഴി കണ്ടുപിടിക്കുന്നവർ. അപ്പം മികച്ച ചെറുകഥയാണ് വി എം ദേവദാസിൻ്റെ വഴി കണ്ടുപിടിക്കുന്നവർ. അടുത്തത് മികച്ച നാടകമാണ് പ്രദീപ് മുണ്ടൂരിൻ്റെ നമുക്ക് ജീവിതം പറയാമെന്നത്. അപ്പം മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പ്രദീപ് മുണ്ടൂരിനാണ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പേരാണ് നമുക്ക് ജീവിതം പറയാം. നമുക്ക് ജീവിതം പറയാം. അടുത്തത് മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എൻ അജയകുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് വാക്കിലെ നേരങ്ങൾ. വാക്കിലെ നേരങ്ങൾ. അപ്പോൾ എൻ അജയകുമാറിൻ്റെ വാക്കിലെ നേരങ്ങളാണ് മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ഗോപകുമാർ ചോലയിലാണ്. ഡോക്ടർ ഗോപകുമാർ ചോലയിൽ. കൃതിയുടെ പേര് കാലാവസ്ഥാ വ്യതിയാനവും കേരളവും സൂചനകളും കാരണങ്ങളും എന്നതാണ്. അപ്പോൾ കൃതിയുടെ പേര് കാലാവസ്ഥാ വ്യതിയാനവും കേരളവും സൂചനകളും കാരണങ്ങളും. അടുത്തത് ജീവചരിത്രം ആത്മകഥ എന്ന വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് എം കുഞ്ഞാമനാണ്. എം കുഞ്ഞാമൻ. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് എതിര് എന്നാണ്. അപ്പോൾ ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആളാണ് എം കുഞ്ഞാമൻ. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് എതിര്. രണ്ടാമത്തെ വ്യക്തി പ്രൊഫസർ ടി ജെ ജോസഫാണ്. പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന കൃതിക്കാണ് അടുത്ത പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പേർക്കാണ് ജീവചരിത്രം ആത്മകഥാ മേഖലയിലെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വ്യക്തിയുടെ പേര് എം കുഞ്ഞാമനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി എതിര് ആണ്. രണ്ടാമത്തത് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന കൃതിക്കാണ്. അടുത്തത് മികച്ച യാത്രാവിവരണ ഗ്രന്ഥമാണ് നഗ്നരും നരഭോജികളും. വേണു രചിച്ച നഗ്നരും നരഭോജികളുമാണ് മികച്ച യാത്രാവിവരണമായിട്ട് തിരഞ്ഞെടുത്തത്. ഓർക്കുക, മികച്ച യാത്രാവിവരണം വേണുവിൻ്റെ നഗ്നരും നരഭോജികളും എന്ന കൃതിയാണ്. അടുത്തത് മികച്ച വിവർത്തനം
ത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അയ്മനം ജോണിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് കായേൻ ഷൂസെ സരമാഗു എന്നത്. അപ്പോൾ 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അയ്മനം ജോണിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കായേൻ ഷൂസെ സരമാഗു എന്നത്. അടുത്തത് മികച്ച ബാലസാഹിത്യ കൃതി. 2021 മികച്ച ബാലസാഹിത്യ കൃതിയാണ് രഘുനാഥ് പലേരിയുടെ അവർ മൂവരും ഒരു മഴവില്ലും എന്നത്. ഇപ്പോൾ 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ബാലസാഹിത്യ കൃതിയാണ് രഘുനാഥ് പലേരിയുടെ അവർ മൂവരും ഒരു മഴവില്ലും എന്നത്. മികച്ച ഹാസ്യ സാഹിത്യ കൃതിയാണ് ആൻപാലി. അപ്പോൾ മികച്ച ഹാസ്യ സാഹിത്യ കൃതി ആൻപാലിയാണ്. ആൻപാലിയുടെ ആ ഫോർ അന്നാമയാണ് കേട്ടോ. അപ്പോൾ മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആൻപാലിക്കാണ്. ആൻപാലിയുടെ ആ ഫോർ അന്നാമ എന്ന കൃതിക്കാണ് മികച്ച ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ കുമാരൻ ആശാൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ 50,000 രൂപയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. പ്രഥമ ആശാൻ സ്മാരക പുരസ്കാരം നേടിയത് മണിയാണ്. 1985 മണി എന്ന വ്യക്തിക്കാണ് പ്രഥമ ആശാൻ പുരസ്കാരം ലഭിച്ചത്. 2022 35ാമത് ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവാണ് കുരീപ്പുഴ ശ്രീകുമാർ. ഇപ്പോൾ 2022 35ാമത് ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് കുരീപ്പുഴ ശ്രീകുമാറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞിടക്കാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2022 35ാമത് ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് ഓർക്കുക കുരീപ്പുഴ ശ്രീകുമാറാണ്. 34ാമത് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. 2021 കേട്ടോ. അപ്പോൾ 2021 34ാമത് ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവാണ് കെ ജയകുമാർ. 2022 35ാമത് ജേതാവ് കുരീപ്പുഴ ശ്രീകുമാർ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. 2020 ജേതാവ് പുതുശ്ശേരി രാമചന്ദ്രനായിരുന്നു. 2020 പുതുശ്ശേരി രാമചന്ദ്രൻ. അടുത്തത് മുട്ടത്തുവർക്കി പുരസ്കാരമാണ്. മുട്ടത്തുവർക്കി പുരസ്കാരം. അപ്പോൾ പ്രസിദ്ധ സാഹിത്യകാരൻ മുട്ടത്തുവർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മുട്ടത്തുവർക്കി പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ്. മുട്ടത്തുവർക്കി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് OV വിജയനാണ്. അപ്പം മുട്ടത്തുവർക്കി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ് OV വിജയൻ. അതുപോലെ മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച ആദ്യ വനിത കമലാ സുരയ്യയാണ്. കമലാ സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി 2006 കേട്ടോ. അപ്പം മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച ആദ്യ വനിതയാണ് കമലാ സുരയ്യ 2006. 2019 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. 2019 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. 2018 KR മീരയാണ്. അപ്പോൾ 2019 മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിൻ, 2018 KR മീരയാണ്. അതിനുശേഷമുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. അടുത്തത് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ്. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം. അപ്പോൾ OV വിജയൻ സാഹിത്യ പുരസ്കാരങ്ങളിൽ കഥാവിഭാഗത്തിലെ പുരസ്കാരത്തിന് 25,000 രൂപ, അതുപോലെ നോവൽ വിഭാഗത്തിന് 25,000 രൂപ, യുവ സാഹിത്യ പുരസ്കാരത്തിന് നൽകുന്നത് 10,000 രൂപ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 നേടിയത് നോവൽ വിഭാഗത്തിൽ PF മാത്യൂസിൻ്റെ അടിയാളപ്രേതമാണ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിലെ മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് PF മാത്യൂസിൻ്റെ അടിയാളപ്രേതമാണ്. അതുപോലെ കഥാവിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് VM ദേവദാസിൻ്റെ കാടിന് നടുക്കൊരു മരം എന്നതാണ് കഥ. അപ്പോൾ കഥാവിഭാഗത്തിലുള്ള OV വിജയൻ സ്മാരക പുരസ്കാര ജേതാവ് VM ദേവദാസിൻ്റെ കാടിന് നടുക്കൊരു മരം എന്ന കഥയ്ക്കാണ്. അടുത്തത് യുവകഥാ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് VN നിധിൻ്റെ ചാച്ചൻ എന്ന കഥയ്ക്കാണ്. അപ്പോൾ യുവകഥാ വിഭാഗത്തിൽ VN നിധിൻ്റെ ചാച്ചൻ ആണ് പുരസ്കാരം നേടിയിരിക്കുന്നത്. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2021 നേടിയത് നമുക്ക് നോക്കാം. നോവൽ വിഭാഗത്തിൽ TD രാമകൃഷ്ണനാണ്. അപ്പോൾ 2021 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവ് നോവൽ വിഭാഗത്തിൽ TD രാമകൃഷ്ണൻ.
കൃതിയുടെ പേര് മാമ ആഫ്രിക്ക. അപ്പം നോവലിൻ്റെ പേരാണ് മാമ ആഫ്രിക്ക. അടുത്തത് കഥാസമാഹാരം അംബികാസുധൻ മങ്ങാടിൻ്റെ ചിന്നമുണ്ടിയാണ്. കഥാസമാഹാരം അംബികാസുധൻ മങ്ങാടിൻ്റെ ചിന്നമുണ്ടി. അതുപോലെ യുവകഥാ പുരസ്കാരത്തിനുള്ള സമ്മാനം നേടിയത് അർജുൻ അരവിന്ദാണ്. അർജുൻ അരവിന്ദ്. കൃതിയുടെ പേര് ഇസഹാ പുരാണം. കൃതിയുടെ പേര് ഇസഹാ പുരാണം. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം. 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിൽ മികച്ച നോവൽ ആയിട്ട് തിരഞ്ഞെടുത്തത് 2022 ആണ്. മികച്ച നോവൽ PF മാത്യൂസിൻ്റെ അടിയാളപ്രേതമാണ്. കഥാവിഭാഗത്തിൽ VM ദേവദാസിൻ്റെ കാടിന് നടുക്കൊരു മരമാണ്. അതുപോലെ യുവകഥാ വിഭാഗത്തിൽ VN നിധിൻ്റെ ചാച്ചനാണ്. 2021 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവ് നോവലിന് TD രാമകൃഷ്ണൻ മാമ ആഫ്രിക്ക എന്ന നോവലിനാണ്. കഥാസമാഹാരം അംബികാസുധൻ മങ്ങാടിൻ്റെ ചിന്നമുണ്ടിക്കാണ്. അതുപോലെ യുവ കഥാ പുരസ്കാരത്തിന് അർഹനായത് അർജുൻ അരവിന്ദാണ്. കഥയുടെ പേര് ഇസഹാ പുരാണമാണ്. അടുത്തത് ഹൈദരാബാദ് നവീന സാംസ്കാരിക കലാകേന്ദ്രം നൽകി വരുന്ന OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് PF മാത്യൂസ് ആണ്. അത് PF മാത്യൂസിൻ്റെ മുഴക്കം എന്ന കഥാസമാഹാരത്തിനാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈദരാബാദ് നവീന സാംസ്കാരിക കലാകേന്ദ്രം നൽകി വരുന്ന OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് PF മാത്യൂസ് ആണ്. PF മാത്യൂസിൻ്റെ മുഴക്കം എന്ന കഥാസമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കുന്നത് ഹരിവരാസനം പുരസ്കാരമാണ്. ഹരിവരാസനം പുരസ്കാരം പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. അപ്പോൾ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞിടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസനാണ്. PK വീരമണിദാസൻ. 2023 നമ്മൾ പഠിക്കേണ്ടതാണ്. 2023 വിജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ 2024 ഹരിവരാസനം അവാർഡ് ജേതാവ് PK വീരമണിദാസൻ. ഇദ്ദേഹം തമിഴ് കവിയാണ്. 2023 ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അതുപോലെ 2022 ജേതാവ് ആലപ്പി രംഗനാഥ്. അപ്പോൾ 2022 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥാണ്. 2021 വീരമണി രാജുവാണ്. 2021 വീരമണി രാജുവാണ്. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. ഹരിവരാസനം പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് KJ യേശുദാസിനാണ്. 2012 കേട്ടോ. അപ്പോൾ 2012 KJ യേശുദാസിനാണ് ആദ്യത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹരിവരാസനം പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ, തമിഴ് കവിയായ PK വീരമണിദാസനാണെന്ന് പ്രത്യേകം ഓർക്കുക. 2023 ജേതാവ് ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥ്, 2021 ജേതാവ് വീരമണി രാജു. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് തകഴി സാഹിത്യ പുരസ്കാരമാണ്. തകഴി സാഹിത്യ പുരസ്കാരം തകഴി സ്മാരക ട്രസ്റ്റ് നൽകുന്ന 50,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം. 2023 ജേതാവ് MK സാനുവാണ്. അപ്പോൾ 2023 ജേതാവ് MK സാനുവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 തകഴി സാഹിത്യ പുരസ്കാര ജേതാവാണ് MK സാനു. 2022 M മുകുന്ദനാണ്. അപ്പോൾ 2022 തകഴി സ്മാരക പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. M മുകുന്ദൻ. 2021 ഡോക്ടർ M ലീലാവതി. ഡോക്ടർ M ലീലാവതി. 2020 വിജയി പെരുമ്പടവം ശ്രീധരൻ. 2019 ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഓർക്കുക, 2023 ജേതാവ് ഓർക്കുക MK സാനുവാണ്. 2022 M മുകുന്ദൻ. 2021 ഡോക്ടർ M ലീലാവതി. ഇത്രയും പഠിച്ചു വെക്കുക. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. 2020 പെരുമ്പടവം ശ്രീധരൻ, 2019 ശ്രീകുമാരൻ തമ്പി. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം 2023 അർഹനായത് പ്രൊഫസർ V മധുസൂദനൻ നായരാണ്. അപ്പോൾ 2023 ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് പ്രൊഫസർ V മധുസൂദനൻ നായർ. ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ പ്രൊഫസർ വി മധുസൂദനൻ നായർക്കാണ് 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രൊഫസർ വി മധുസൂദനൻ നായരാണ്. ഇത് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2023 ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ വി മധുസൂദനൻ നായർക്കാണ്. 2022 ജേതാവ് കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറാണ്. 2022 ജേതാവ് കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറാണ്. 2021 ജേതാവ് കെ ബി ശ്രീദേവിയാണ്. അപ്പോൾ 2021 ലഭിച്ചത് കെ ബി ശ്രീദേവിക്കാണ്. സാഹിത്യ സംഭാവനയ്ക്കായിട്ടാണ് ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ജ്ഞാനപ്പാന പുരസ്കാരം നമുക്കൊന്നുകൂടി നോക്കാം. 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് വി മധുസൂദനൻ നായരാണ്. സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് ഇത് നൽകുന്നത്. അപ്പോൾ 2022 ലഭിച്ചത് കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിനായിരുന്നു. 2021 കെ ബി ശ്രീദേവിക്കാണ് ലഭിച്ചിരിക്കുന്നത്. കവി പൂന്താനത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജ്ഞാനപ്പാന അവാർഡ് നൽകുന്നത്. ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 50,001 അപ്പോൾ 50,001 രൂപയാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. അപ്പോൾ കവി പൂന്താനത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡാണ് ജ്ഞാനപ്പാന അവാർഡ്. അടുത്തത് ബഷീർ സാഹിത്യ പുരസ്കാരമാണ്. ബഷീർ സാഹിത്യ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 2023 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുള്ളതാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 2023 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. ലേറ്റസ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൃതിയുടെ പേര് നാരകങ്ങളുടെ ഉപമ എന്നതാണ്. അപ്പോൾ ഈ സന്തോഷ് കുമാറിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് 2023 16ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 15ാമത് ബഷീർ പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ. അപ്പോൾ 2022 15ാമത് ബഷീർ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. നോവലിൻ്റെ പേര് നൃത്തം ചെയ്യുന്ന കുടകൾ. അപ്പോൾ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് ബഷീർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ കുറേ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ 15ാമത് ബഷീർ സ്മാരക പുരസ്കാര ജേതാവ് 2022 15ാമത് ബഷീർ പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ. കൃതിയുടെ പേര്, നോവലിൻ്റെ പേര് നൃത്തം ചെയ്യുന്ന കുടകൾ. നൃത്തം ചെയ്യുന്ന കുടകൾ, ഓർക്കുക, നൃത്തം ചെയ്യുന്ന കുടകൾ. 14ാമത് പുരസ്കാര ജേതാവാണ് കെ സച്ചിദാനന്ദൻ. 2021 14ാമത് ബഷീർ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദനാണ്. കവിതാ സമാഹാരത്തിൻ്റെ പേര് ദുഃഖം എന്ന വീട്. അപ്പോൾ ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് കെ സച്ചിദാനന്ദന് 2021 ബഷീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് 13ാമത് പുരസ്കാര ജേതാവ് എം കെ സാനു ആണ്. 13ാമത് ബഷീർ പുരസ്കാര ജേതാവ് എം കെ സാനു. കൃതിയുടെ സാഹിത്യ നിരൂപണമാണ്. അതിൻ്റെ പേര് അജയ്യതയുടെ അമരസംഗീതത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2020 13ാമത് പുരസ്കാര ജേതാവ് എം കെ സാനുവാണ്. അദ്ദേഹത്തിൻ്റെ അജയ്യതയുടെ അമരസംഗീതം എന്ന സാഹിത്യ നിരൂപണത്തിനാണ് ബഷീർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 50,000 രൂപയാണ് കേട്ടോ, 50,000 രൂപ. അടുത്തത് JC ഡാനിയൽ പുരസ്കാരമാണ്. JC ഡാനിയൽ പുരസ്കാരം ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. അപ്പോൾ ഇത് കലയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ എന്നാലും നമുക്ക് പറയാം, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 2022 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ്. അപ്പോൾ 2022 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് TV ചന്ദ്രൻ. TV ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാം. പൊന്തന്മാട, അതുപോലെ പാഠം 1 ഒരു വിലാപം, സൂസന്ന, വിലാപങ്ങൾക്കിപ്പുറം, ആലീസിൻ്റെ അന്വേഷണം, ഡാനി, ഭൂമിയുടെ അവകാശികൾ എന്നിവ. അപ്പോൾ 2022 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവ് T ചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് നമ്മൾ നോക്കിയത്. പൊന്തന്മാട, പാഠം 1 ഒരു വിലാപം,
സൂസന്ന, വിലാപങ്ങൾക്കിപ്പുറം, ആലീസിൻ്റെ അന്വേഷണം, ഡാനി, ഭൂമിയുടെ അവകാശികൾ എന്നിവ. 2021 ജേതാവാണ് KP കുമാരൻ. 2021 ജേതാവ് KP കുമാരനാണ്. കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഓർക്കുക, കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത്. അപ്പോൾ 2022 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവ് TV ചന്ദ്രനാണ്. 2021 ജേതാവ് KP കുമാരനാണ്. 2020 ജേതാവ് P ജയചന്ദ്രനായിരുന്നു. P ജയചന്ദ്രൻ. 2019 ഹരിഹരനുമായിരുന്നു. ഹരിഹരൻ. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് കേട്ടോ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. മലയാള ഭാഷയ്ക്കുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. അപ്പോൾ മലയാള ഭാഷയ്ക്കുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നതാണ്. അപ്പോൾ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന EV രാമകൃഷ്ണൻ്റെ കൃതിക്കാണ് 2023 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് EV രാമകൃഷ്ണൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം, മലയാളത്തിലുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ AS ആണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം, മലയാളത്തിലുള്ള ബാലസാഹിത്യ പുരസ്കാര ജേതാവ് പ്രിയ AS ആണ്. കൃതിയുടെ പേര് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അപ്പോൾ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന പ്രിയ ASൻ്റെ കൃതിക്കാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകമാണിത്. അപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകമാണിത്. അപ്പോൾ 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും പ്രിയ ASൻ്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്ക് ലഭിച്ചിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം, മലയാളത്തിലുള്ള യുവ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂറാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം, മലയാളത്തിലുള്ള യുവ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂർ. അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സുധാമൂർത്തിക്കാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സുധാമൂർത്തിയാണ്. കൃതിയുടെ പേര് ഗ്രാൻഡ് പാരൻസ് ബാങ്ക് ഓഫ് സ്റ്റോറീസ് എന്നതാണ്. ഗ്രാൻഡ് പാരൻസ് ബാങ്ക് ഓഫ് സ്റ്റോറീസ് എന്നതാണ് കൃതിയുടെ പേര്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സുധാമൂർത്തിയാണ്. കൃതി ഗ്രാൻഡ് പാരൻസ് ബാങ്ക് ഓഫ് സ്റ്റോറീസ്. അടുത്തത് ഇംഗ്ലീഷ് യുവ പുരസ്കാര ജേതാവ് അനിരുദ്ധ് കനിസേത്തിയാണ് ഇംഗ്ലീഷ് യുവ പുരസ്കാരത്തിന് അർഹനായത്. ലോർഡ്സ് ഓഫ് ഡക്കാൻ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. ലോർഡ്സ് ഓഫ് ഡക്കാൻ. അടുത്തത് നമ്മൾ നോക്കുന്നത് 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം നേടിയത് M. തോമസ് മാത്യു ആണ്. അപ്പോൾ 2022 സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് M. തോമസ് മാത്യു ആണ്. കൃതിയുടെ പേര് ആശാൻ്റെ സീതായനം. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. സമ്മാനത്തുക 1,00,000 രൂപ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദന്തഗോപുരത്തിലേക്ക് വീണ്ടും, എൻ്റെ വാൽമീകമെവിടെ, സാഹിത്യ ദർശനം, മാരാർ ലാവണ്യ അനുഭവത്തിൻ്റെ യുക്തിശില്പം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നിവ. അപ്പോൾ M. തോമസ് മാത്യുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദന്തഗോപുരത്തിലേക്ക് വീണ്ടും, എൻ്റെ വാൽമീകം എവിടെ, സാഹിത്യ ദർശനം, മാരാർ ലാവണ്യ അനുഭവത്തിൻ്റെ യുക്തിശില്പം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നിവ. മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയത് ചാത്തനാട് അച്യുതനുണ്ണിയാണ്. അപ്പോൾ മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയത്
ചാത്തനാട് അച്യുതനുണ്ണിയാണ്. കൃതിയുടെ പേര് വാമനാചാര്യൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തിക്കാണ്. അപ്പോൾ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ചാത്തനാട് അച്യുതനുണ്ണിയാണ്. കൃതിയുടെ പേര് വാമനാചാര്യൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി. ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സേതുവാണ്. ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സേതുവാണ്. കൃതിയുടെ പേര് ചേക്കുട്ടി. കൃതിയുടെ പേര് ചേക്കുട്ടി. സേതുവിൻ്റെ ചേക്കുട്ടി എന്ന കൃതിയാണ് മികച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സേതുവിൻ്റെ ചേക്കുട്ടി എന്ന കൃതിയാണ്. അടുത്തത് യുവ പുരസ്കാര ജേതാവ് അനഘ ജെ കോലോത്താണ്. യുവ പുരസ്കാര ജേതാവ് അനഘ ജെ കോലോത്ത്. കൃതിയുടെ പേര് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അപ്പോൾ യുവ പുരസ്കാര ജേതാവ് അനഘ ജെ കോലോത്താണ്. കൃതിയുടെ പേര് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ വിശിഷ്ട അംഗത്വം ലഭിച്ച മലയാളിയാണ് സി രാധാകൃഷ്ണൻ. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ വിശിഷ്ട അംഗത്വം ലഭിച്ച മലയാളി സി രാധാകൃഷ്ണനാണ്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളാണ് കെ പി രാമനുണ്ണി, എസ് മഹാദേവൻ തമ്പി, വിജയലക്ഷ്മി എന്നിവർ. അപ്പോൾ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളാണ് കെ പി രാമനുണ്ണി, എസ് മഹാദേവൻ തമ്പി, വിജയലക്ഷ്മി എന്നിവർ. ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പുരസ്കാരം നേടിയത് അനുരാധ റോയിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പുരസ്കാര ജേതാവ് അനുരാധ റോയിയാണ്. ഓൾ ദ ലീവ്സ് വി നെവർ ലീവ്ഡ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത അവാർഡ് JCB സാഹിത്യ പുരസ്കാരമാണ്. JCB സാഹിത്യ പുരസ്കാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. അപ്പോൾ 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB സാഹിത്യ പുരസ്കാരം. 25 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. 2023 വിജയി എന്ന് പറയുന്നത് പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഫയർ ബേഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആളണ്ട പച്ചി എന്ന അദ്ദേഹം തമിഴ് നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആളണ്ട പച്ചി അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഫയർ ബേഡ്. അപ്പോൾ ഫയർ ബേഡ് അല്ലെങ്കിൽ ആളണ്ട പച്ചി എന്ന കൃതിക്കാണ് JCB സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചിരിക്കുന്നത്. ഇത് ഫയർ ബേഡ് എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് ആളണ്ട പച്ചി എന്ന കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തത് ജനനി കണ്ണനാണ്. 2022 ജേതാവ് ഖാലിദ് ജാവേദ് ആയിരുന്നു. 2022 ജേതാവ് ഖാലിദ് ജാവേദ് ആണ്. കൃതി നെമദ് ഖാന. കൃതിയുടെ പേര് നെമദ് ഖാന, ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്നതാണ് ഇതിൻ്റെ വിവർത്തനം, ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷ. ഉറുദു ഭാഷയിലുള്ള നെമദ് ഖാന എന്ന കൃതി ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് വിവർത്തനം ചെയ്തത് ബാരൻ ഫറൂഖിയാണ് ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന പേരിൽ അത് വിവർത്തനം ചെയ്തത്. 2021 ജേതാവായിരുന്നു M മുകുന്ദൻ. അപ്പോൾ 2021 JCB സാഹിത്യ പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഡൽഹി ഗാഥകൾ എന്ന കൃതിയായിരുന്നു. ഡൽഹി ഗാഥകൾ എന്ന M മുകുന്ദൻ്റെ കൃതിക്കാണ് 2021 JCB പുരസ്കാരം ലഭിച്ചത്. ഇത് വിവർത്തനം ചെയ്തത് ഫാത്തിമ EV അതുപോലെ നന്ദകുമാർ K എന്നീ വ്യക്തികളായിരുന്നു. അപ്പോൾ ഫാത്തിമ EVയും നന്ദകുമാർ Kയുമാണ് വിവർത്തനം ചെയ്തത്. ഡൽഹി സോളിലോക്വി എന്ന പേരിലാണ് ഇത് വിവർത്തനം ചെയ്തത്. 2020 ജേതാവ് S ഹരീഷ് ആയിരുന്നു. മീശ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലായിരുന്നു. അപ്പോൾ ഓർക്കുക, 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരായിരുന്നു ആളണ്ട പച്ചി. ഇത്
ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണൻ. ഫയർബേർഡ് എന്ന ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് 2022 ജേതാവ് ഖാലിദ് ജാവേദ് ആയിരുന്നു. കൃതിയുടെ പേര് നെമത്ത് ഖാന എന്നാണ്. ഉറുദു ഭാഷയിലുള്ള നെമത്ത് ഖാന എന്ന കൃതി ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് വിവർത്തനം ചെയ്തത് ബാരൺ ഫറൂഖി ആയിരുന്നു. 2021 ജേതാവ് എം മുകുന്ദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു ഡൽഹി ഗാഥകൾ. ഇത് വിവർത്തനം ചെയ്തത് ഫാത്തിമ ഇവിയും നന്ദകുമാർ കെയുമായിരുന്നു. ഇത് ഡൽഹി എ സോളിലോക്വി എന്ന പേരിലാണ് വിവർത്തനം ചെയ്തത്. 2020 ജേതാവ് എസ് ഹരീഷ് ആയിരുന്നു. മീശ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് 2021. 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയവർ പ്രൊഫസർ എസ് ശിവദാസ്, ദീപ ബസൽവർ എന്നിവരാണ്. അപ്പോൾ 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയവരാണ് പ്രൊഫസർ എസ് ശിവദാസ്, ദീപ ബസൽവർ എന്നിവർ. മലയാള ഭാഷയിൽ നിന്നുള്ള ആദ്യ പുരസ്കാര ജേതാവാണ് പ്രൊഫസർ എസ് ശിവദാസ്. അപ്പോൾ ഈ പുരസ്കാരം മലയാള ഭാഷയിൽ ആദ്യമായിട്ട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ എസ് ശിവദാസിനാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പഠിക്കാൻ പഠിക്കാം, പഠിക്കാൻ പഠിക്കാം, കഥ പറയുന്ന മൂലകങ്ങൾ, വായിച്ചാലും തീരാത്ത പുസ്തകം എന്നിവ. അപ്പോൾ പ്രൊഫസർ എസ് ശിവദാസിൻ്റെ പ്രധാന കൃതികളാണ് പഠിക്കാൻ പഠിക്കാം, കഥ പറയുന്ന മൂലകങ്ങൾ, വായിച്ചാലും തീരാത്ത പുസ്തകം എന്നിവ. ഓരോ വർഷവും ഓരോ ഭാരതീയ ഭാഷകൾക്കാണ് അവാർഡ് നൽകുന്നത്. ഇത്തവണ മലയാള ഭാഷയിലെ സാഹിത്യങ്ങളെയാണ് എഴുത്തുകാരുടെ വിഭാഗത്തിൽ പരിഗണിച്ചിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമാണ് ഈ പുരസ്കാരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമാണ് പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. പുരസ്കാരം ഏർപ്പെടുത്തിയത് ടാറ്റ ട്രസ്റ്റാണ്. ടാറ്റ ട്രസ്റ്റാണ് ഇതിൻ്റെ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാനാണ്. അപ്പോൾ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. അപ്പോൾ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. 1991 കെ ബിർള ഫൗണ്ടേഷനാണ് ഇത് രൂപീകരിച്ചത്. അപ്പോൾ ഈ സരസ്വതി സമ്മാൻ എന്ന പുരസ്കാരം അത് രൂപീകരിച്ചത് 1991 കെ ബിർള ഫൗണ്ടേഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുന്ന ഭാഷകളിൽ രചിച്ചിട്ടുള്ള ഗദ്യ പദ്യ കൃതികളെയാണ് കൃതികൾക്കാണ് ഈ സമ്മാനം നൽകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭാഷയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെടുന്ന ഭാഷകൾക്ക് ഉള്ള ഗദ്യ പദ്യ കൃതികൾക്കാണ് ഈ സമ്മാനം നൽകുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ഇതിൻ്റെ സമ്മാനത്തുക, സരസ്വതി സമ്മാൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപയാണ്. ആദ്യ ജേതാവ് ഹരിവംശ റായ് ബച്ചനായിരുന്നു. അപ്പോൾ സരസ്വതി സമ്മാനം ആദ്യമായിട്ട് നേടുന്നത് 1991 ഹരിവംശ റായ് ബച്ചനാണ്. ഓർക്കുക, 2022 32ാമത് സരസ്വതി സമ്മാൻ ജേതാവാണ് ശിവശങ്കരി. 2022 32ാമത് സരസ്വതി സമ്മാൻ ജേതാവ് ശിവശങ്കരിയാണ്. തമിഴ് എഴുത്തുകാരിയായ ശിവശങ്കരിക്കാണ് 2022 32ാമത് സരസ്വതി സമ്മാൻ ബഹുമതി ലഭിച്ചിരിക്കുന്നത്. സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് ശിവശങ്കരിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2022 32ാമത് സരസ്വതി സമ്മാൻ ജേതാവ് ശിവശങ്കരിയാണ്. തമിഴ് എഴുത്തുകാരിയായ ശിവശങ്കരിയാണ്. കൃതിയുടെ പേര് സൂര്യവംശമാണ്. 2021 ജേതാവ് പ്രൊഫസർ രാം ദരശ് മിശ്രയായിരുന്നു. അപ്പോൾ 2021 സരസ്വതി സമ്മാൻ ജേതാവ് പ്രൊഫസർ രാം ദരശ് മിശ്രയാണ്. ഹിന്ദി കൃതിയാണ്. അതിൻ്റെ പേര് മെയിൻ ടു യഹാൻ ഹൺ എന്നായിരുന്നു. മെയിൻ ടു യഹാൻ ഹൺ എന്നായിരുന്നു കൃതിയുടെ പേര്. 2020 കൃതി ജേതാവ് 2020 സരസ്വതി സമ്മാൻ ജേതാവായിരുന്നു ശരൺ കുമാർ ലിംബാളെ. ശരൺ കുമാർ ലിംബാളെ. മറാത്തി കൃതിയായ സനാതനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മറാത്തി കൃതിയായ സനാതൻ എന്ന ശരൺകുമാർ ലിംബാളയുടെ കൃതിക്കാണ് 2020 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഓർക്കുക, ആദ്യ ജേതാവ് 1991 ഹരിവംശ റായ് ബച്ചനായിരുന്നു. ഇപ്പോൾ 2022 32ാമത് സരസ്വതി സമ്മാനമാണ് നൽകിയത്. അത് ശിവശങ്കരിക്കാണ് ലഭിച്ചിരിക്കുന്നത്. തമിഴ് എഴുത്തുകാരിയായ ശിവശങ്കരിക്ക് ഓർമ്മക്കുറിപ്പിൻ്റെ പേര് സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2021 ജേതാവ് പ്രൊഫസർ രാംദരശ് മിശ്രയാണ്.
ഹിന്ദി കൃതിയായ മെയിൻ ടു യഹാൻ ഹൺ എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2020 ജേതാവ് ശരൺ കുമാർ ലിംബാളയായിരുന്നു. മറാത്തി കൃതിയായ സനാതൻ എന്ന മറാത്തി കൃതിക്കാണ് ശരൺ കുമാർ ലിംബാളയ്ക്ക് 2020 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കേരള സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവാർഡുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഏവർക്കും ഇത് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.